ലാൻഡ്സ്ലൈഡ് മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. മണ്ണിടിച്ചിലുകളുടെ ആമുഖവും തരങ്ങളും, മണ്ണിടിച്ചിലിന്റെ കാരണങ്ങൾ, ഇഫക്റ്റ് നഷ്ടങ്ങളും സൂചകങ്ങളും, ലഘൂകരണ തന്ത്രങ്ങൾ, ഒപ്പം മണ്ണിടിച്ചിലിന്റെ തയ്യാറെടുപ്പുകളും സുരക്ഷാ നടപടികളും. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാകും. വിവിധ തരത്തിലുള്ള മണ്ണിടിച്ചിലുകൾ തിരിച്ചറിയുക, യഥാർത്ഥ മണ്ണിടിച്ചിൽ സംഭവങ്ങളുടെ അവയുടെ സ്വഭാവ സവിശേഷതകൾ അടിസ്ഥാനമാക്കി ഉചിതമായ തരങ്ങളായി തരംതിരിക്കുക, വിവിധ തരം മണ്ണിടിച്ചിലുകൾ, അവയുടെ കാരണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, ആഘാതങ്ങൾ എന്നിവയിൽ താരതമ്യം ചെയ്യുക, ഉരുൾപൊട്ടൽ സാധ്യതകൾ കുറയ്ക്കുന്നതിനുള്ള വിവിധ ലഘൂകരണ തന്ത്രങ്ങളുടെ ഫലപ്രാപ്തി വിലയിരുത്തുക, സാധാരണ പൗരന്മാർക്കുള്ള സുരക്ഷാ നടപടികൾ വിശദീകരിക്കുകയും ഉരുൾപൊട്ടൽ സാഹചര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുകയും ചെയ്യുക. ഉരുൾപൊട്ടലിനെ കുറിച്ച് ഇനി നമുക്ക് മനസ്സിലാക്കാം. കുത്തനെയുള്ള കുന്നിൻ ചെരുവുകളോ പർവ്വതങ്ങളിലോ പെട്ടെന്നോ സാവധാനത്തിലോ സംഭവിക്കുന്ന വലിയ അളവിലുള്ള ഭൂപ്രദേശം താഴേക്ക് നീങ്ങുന്നതിനെയാണ് മണ്ണിടിച്ചിൽ അഥവാ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്താൽ മണ്ണ്, പാറ, സസ്യങ്ങൾ എന്നിവയുടെ താഴേക്കോ പുറത്തേക്കോ ഉള്ള ചലനമാണ് മണ്ണിടിച്ചിൽ. മണ്ണിടിച്ചിലിനെ ലാൻഡ് സ്ലിപ്പ് എന്നും വിളിക്കുന്നു. മണ്ണിടിച്ചിലുകൾ മനുഷ്യവാസ പരിസ്ഥിതിക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ ഭീഷണിയാണ്. അവ ഭൂരിഭാഗവും മലയോര പ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ഇനി നമുക്ക് ഉരുൾപൊട്ടലുകളെ കുറിച്ച് പഠിക്കാം. മണ്ണിടിച്ചിലുകൾ സാധാരണയായി 6 തരത്തിലുണ്ട്: റൊട്ടേഷണൽ ലാൻഡ്സ്ലൈഡ്, ട്രാൻസ്ലേഷണൽ ലാൻഡ്സ്ലൈഡ്, റോക്ക് ഫാൾ, റോക്ക് ടോപ്ലിംഗ്, ലാറ്ററൽ സ്പ്രെഡിംഗ് ആൻഡ് ഡെബ്രിസ് സ്ലൈഡ് എന്നിവയാണ് ഈ 6 തരങ്ങൾ. ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കാൻ അതത് ചിത്രങ്ങളിൽ ക്ലിക്ക് ചെയ്യുക. റൊട്ടേഷണൽ സ്ലൈഡ്: വിള്ളലിന്റെ ഉപരിതലം കോൺകേവ് ആയി വളയുകയും സ്ലൈഡ് ചലനം ഭൂപ്രതലത്തിന് സമാന്തരമായി ഒരു അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്ന സ്ലൈഡാണിത്. നശീകരിക്കപ്പെട്ട പ്രതലത്തിന്റെ മണ്ണ് കോൺകേവിന്റെ മുകളിലേക്ക് നീങ്ങുന്നതായി ശ്രദ്ധിക്കുക. വിവർത്തന സ്ലൈഡ്: മണ്ണിടിച്ചിൽ സ്ഥലത്തിന്റെ ഉപരിതലം ഏകദേശം പരന്നതോ ചെറുതായി തിരിയാത്തതോ ആയിരിക്കുമ്പോൾ ഇത് സംഭവിക്കുന്നു. ഒരു ചെരിഞ്ഞ പ്രതലത്തിന് മുകളിൽ ഒരു വലിയ അളവിലുള്ള മണ്ണ് താഴേക്കും പുറത്തേക്കും തെന്നി വീഴുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പരന്ന പ്രതലത്തിന് മുകളിൽ പിണ്ഡത്തിന്റെ ചലനം ശ്രദ്ധിക്കുക. പാറവീഴ്ച അഥവാ റോക്ക് ഫോൾ എന്നത് മലഞ്ചെരിവിൽ നിന്നോ കുത്തനെയുള്ള ചെരുവിൽ നിന്നോ വേർപെടുത്തിയ ശിലാപാളികൾ സ്വതന്ത്രമായി വീഴുന്നതിനെ സൂചിപ്പിക്കുന്നു. ഒന്നോ അതിലധികമോ യൂണിറ്റുകൾ അവയുടെ അടിത്തറയ്ക്ക് ചുറ്റും കറങ്ങുകയും പകരുകയും ചെയ്യുമ്പോൾ റോക്ക് ടോപ്പിംഗ് സംഭവിക്കുന്നു. ലാറ്ററൽ സ്പ്രെഡിംഗ് സംഭവിക്കുന്നത് മണ്ണിന്റെ പിണ്ഡം പാർശ്വമായി വ്യാപിക്കുമ്പോഴാണ്. മണ്ണിന്റെ പിണ്ഡത്തിൽ പിരിമുറുക്കമുള്ള വിള്ളലുകളോടെയാണ് ഇത് വ്യാപിക്കുന്നത്. സ്ട്രീം ചാനലിലൂടെ സാധാരണഗതിയിൽ തകർന്നതും ഏകീകരിക്കപ്പെടാത്തതുമായ വസ്തുക്കളുടെ ചലനമാണ് ഡെബ്രിസ് സ്ലൈഡുകൾ. ഇവ അതിവേഗം നീങ്ങുന്ന മണ്ണിടിച്ചിലുകളാണ്. അവ ജീവനും സ്വത്തിനും അപകടകരങ്ങളാണ്, കാരണം അവ വേഗത്തിൽ നീങ്ങുകയും പാതയിലെ വസ്തുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്ലൈഡുകൾ പലപ്പോഴും മുന്നറിയിപ്പില്ലാതെ സംഭവിക്കുന്നതാണ്. 2021 ഹിമാചലിലെ സിർമൗർ ജില്ലയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ ഇതിന് ഉദാഹരണമാണ്. ഇനി ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. സാധാരണയായി പ്രകൃതിദത്തമായ പ്രതിഭാസം മൂലമാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. എന്നാൽ പല മനുഷ്യ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. കനത്തതും നീണ്ടു നിൽക്കുന്നതുമായ മഴ, ഭൂകമ്പങ്ങൾ, കാലാവസ്ഥ, മണ്ണൊലിപ്പ്, അഗ്നിപർവ്വതങ്ങൾ, ഗുരുത്വാകർഷണം തുടങ്ങിയവയാണ് മണ്ണിടിച്ചിലിന്റെ സ്വാഭാവിക കാരണങ്ങൾ. വനനശീകരണം, ഖനനം, കൃഷി വെട്ടിപ്പൊളിക്കൽ തുടങ്ങി മോശം കൃഷിരീതികൾ മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്ന മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. മണ്ണിടിച്ചിലിന്റെ സ്വാഭാവിക കാരണങ്ങൾ ഇവയാണ്:
കനത്തതും നീണ്ടു നിൽക്കുന്നതുമായ മഴയും ഭൂകമ്പവും. കനത്ത അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന മഴ ഒരു കുത്തനെയുള്ള ചെരിവിന്റെയോ കുന്നിൻ പ്രദേശത്തെയോ ദൃഢതയെ ബാധിക്കുന്നു. മഴവെള്ളം മണ്ണിലേക്ക് കയറുന്നു. മഴവെള്ളം ആഗിരണം ചെയ്യുന്നു. പൂരിത മണ്ണ് കനത്തതും അയഞ്ഞതുമായി മാറുന്നു. ഗുരുത്വാകർഷണം ഈ അയഞ്ഞ മണ്ണ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. മണ്ണിടിച്ചൽ സംഭവിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഉരുൾപൊട്ടലിനും പാറവീഴ്ചയ്ക്കും ഭൂകമ്പങ്ങൾ ഒരു പ്രധാന കാരണമാണ്. അവ മാരകവും പ്രവചനാതീതവുമാണ്. ഭൂകമ്പങ്ങൾ ലോകമെമ്പാടും മണ്ണിടിച്ചിലും ഉണ്ടാക്കുന്നു. അവ മാരകവും പ്രവചനാതീതവുമാണ്. ഭൂകമ്പ സമയത്ത് ഭൂമിയുടെ പുറംതോട് നീങ്ങുന്നു. അയഞ്ഞ മണ്ണും പാറകളും താഴേക്ക് പതിക്കുന്നു. ഇതിന്റെ ഫലമായി മണ്ണിടിച്ചിൽ സംഭവിക്കുന്നു. വനനശീകരണം, ഖനനം, മോശം കാർഷിക രീതികൾ എന്നിവയാണ് മണ്ണിടിച്ചിലിന്റെ മനുഷ്യനിർമ്മിത കാരണങ്ങൾ. വനനശീകരണം എന്നത് ഭൂമിയിൽ നിന്ന് മരങ്ങളും മറ്റ് തരത്തിലുള്ള സസ്യജാലങ്ങളും നീക്കം ചെയ്യുകയോ മുറിക്കുകയോ ചെയ്യുന്നതാണ്. മരങ്ങളുടെ ഉറച്ച വേരുകൾ വെള്ളം വലിച്ചെടുക്കുമ്പോൾ പോലും മണ്ണിനെ നിലനിർത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ ഗുരുത്വാകർഷണം മണ്ണിൽ ചെലുത്തുന്ന സ്വാധീനം കുറയ്ക്കുന്നു. ഈ മരങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും തുറന്ന മണ്ണ് പൂരിതമാകുകയും ചെയ്യുമ്പോൾ അത് ഗുരുത്വാകർഷണത്തിനെതിരായി പ്രതിരോധമില്ലാതെ അവശേഷിക്കുന്നു. മണ്ണിന്റെ ചലനം കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും നടക്കുന്നു. ഇത് മാരകമായ ഉരുൾപൊട്ടലിൽ കലാശിക്കുന്നു. പാറഖനനം എന്നത് കുന്നുകളോ പർവ്വതങ്ങളോ ഉള്ള പ്രദേശങ്ങൾ വെട്ടിമാറ്റുകയോ കുഴിക്കുകയോ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പാറകളും ധാതുക്കളും ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയും. ഖനനം മൂലം ഭൂമി മരങ്ങളും സസ്യജാലങ്ങളും ഇല്ലാതെയാകുന്നു. മണ്ണിനെ പിടിച്ചു നിർത്താൻ മരങ്ങളില്ലാതെ മണ്ണിന്റെ ചലനം എളുപ്പത്തിലും വേഗത്തിലും സംഭവിക്കുന്നു. ചില സമയങ്ങളിൽ ഖനന പ്രക്രിയകൾ പാറകൾ പൊട്ടിത്തെറിക്കുന്നത് ഉൾപ്പെടുന്നു. ഇത് മണ്ണ് പാറകൾ കൂടുതൽ അയവുള്ളതാക്കുന്നു. മോശം കൃഷി രീതി, കാർഷിക രീതികൾ എന്നിവ മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. വരാനിരിക്കുന്ന മണ്ണിടിച്ചിലിന്റെ സൂചനകളെ കുറിച്ച് അറിയാൻ നമുക്ക് ഒരു വീഡിയോ കാണാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വാതിലുകളോ ജനലുകളോ ആദ്യമായി ജാം ആകാം. പ്ലാസ്റ്റർ, ടൈൽ, ഇഷ്ടിക അല്ലെങ്കിൽ അടിത്തറയിൽ പുതിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നു. പുറത്തെ ചുവരുകൾ അല്ലെങ്കിൽ പടികൾ കെട്ടിടത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുന്നു. സാവധാനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിള്ളലുകൾ തെരുവുകൾ അല്ലെങ്കിൽ ഡ്രൈവേകൾ പോലുള്ള നടപ്പാതയുള്ള സ്ഥലങ്ങളിലോ പ്രത്യക്ഷപ്പെടുന്നു. ഒരു ചെരിവിന്റെ അടിഭാഗത്ത് ബൾഗിംഗ് ഗ്രൗണ്ട് പ്രത്യക്ഷപ്പെടുന്നു. വേലികൾ, സംരക്ഷണ ഭിത്തികൾ, യൂട്ടിലിറ്റി തൂണുകൾ അല്ലെങ്കിൽ മരങ്ങൾ ചെരിഞ്ഞു നീങ്ങുന്നു. ഭൂഗർഭ യൂട്ടിലിറ്റി ലൈനുകൾ തകരുന്നു. പുതിയ സ്ഥലങ്ങളിൽ ഭൂഗർഭജലം ഉപരിതലത്തിലേക്ക് ഒഴുകുന്നു. ഉരുൾപൊട്ടൽ അടുക്കും തോറും വോളിയം വർദ്ധിക്കുന്ന നേരിയ മുഴക്കം നിങ്ങൾ കേൾക്കുന്നു. നിങ്ങളുടെ പാദങ്ങൾക്ക് താഴെയുള്ള ഒരു പ്രത്യേക ദിശയിലേക്ക് ഭൂമി നീങ്ങുന്നു. മരങ്ങളിൽ നിന്ന് അസാധാരണമായ എണ്ണം ഇലകൾ വീഴുന്നതും ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയായിരിക്കും. ഇനി എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാം. മണ്ണിടിച്ചിലുകൾ സാധാരണയായി മലയോരമോ പർവ്വതമോ ആയ പ്രദേശങ്ങളിലായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീരപ്രദേശങ്ങളിലും നദീതടങ്ങളിലും ഇവ സാധാരണമാണ്. കാലാവസ്ഥയും മഴയും മണ്ണിന്റെ അവസ്ഥ, ചെരിവുകൾ എന്നിവ മണ്ണിടിച്ചിലിനെ സ്വാധീനിക്കുന്നു. ഇനി മണ്ണിടിച്ചിലിന്റെ പ്രത്യാഘാതങ്ങളും നഷ്ടങ്ങളും അറിയാം. മണ്ണിടിച്ചിലുകൾ നമ്മുടെ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്നു. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. മണ്ണിടിച്ചിൽ സംഭവിക്കുന്നത് ശാരീരിക നാശനഷ്ടങ്ങൾ വരുത്തി നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. മരങ്ങൾ, ആളുകൾക്കും മൃഗങ്ങൾക്കും പരിക്കുകൾ, അവശിഷ്ട റോഡുകൾ, വിതരണ ലൈനുകൾ, ജലപാതകൾ എന്നിവയെ തടസ്സപ്പെടുത്തിയേക്കാം. ഉരുൾപൊട്ടൽ ജീവൻ, സ്വത്ത്, അടിസ്ഥാന സൗകര്യങ്ങൾ, പൊതുസമൂഹങ്ങൾ, കൃഷിഭൂമി, ചരിത്രപരവും സാംസ്കാരികപരവുമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ നാശം, വിഭവങ്ങൾ പാഴാക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്നു.
മണ്ണിടിച്ചിലുകൾ അണക്കെട്ടിന്റെ സുരക്ഷയെ സ്വാധീനിക്കുന്നു. അത് റിസർവോയറിന്റെ അതിർത്തിയിലുള്ള ചെരിവുകൾ നശിക്കാൻ കാരണമാകുന്നു. ഇത് വെള്ളപ്പൊക്കത്തിനും താഴ്വരകളും അരിവു ചാനലുകളും ബാക്കപ്പ് ഫ്ലാഷ് വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. കാർഷിക ഭൂമിയുടെയോ വനഭൂമിയുടെയോ ഉൽപാദനക്ഷമതയിലെ നഷ്ടം വസ്തുക്കളുടെ മൂല്യം കുറയ്ക്കുന്നു. വരുമാന നഷ്ടം, ചെലവ് വർദ്ധിപ്പിക്കൽ ജലത്തിന്റെ ഗുണനിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഉരുൾപൊട്ടലിൽ സ്വീകരിക്കാവുന്ന വിവിധ ലഘൂകരണ തന്ത്രങ്ങൾ താഴെ കൊടുക്കുന്നു. അപകട മാപ്പിംഗ്, ഭൂവിനിയോഗ ആസൂത്രണം, സംരക്ഷണ ഭിത്തികൾ, ഉപരിതല ഡ്രെയിനേജ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ, എഞ്ചിനീയറിംഗ് ഘടനകൾ, സസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഒപ്പം ഇൻഷുറൻസ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഓരോ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഭൂവിനിയോഗം എന്നത് ലാൻഡ്സ്ലൈഡ് തടയാനുള്ള സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഉപരിതല ജല ഒഴുക്ക് തടയാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കി കൂടുതൽ മണ്ണൊലിപ്പ് തടയണം. മണ്ണൊലിപ്പ് തടയാൻ കൂടുതൽ സസ്യജാലങ്ങൾ നട്ടുപിടിപ്പിക്കണം. ലാൻഡ്സ്ലൈഡിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഹസാർഡസ് മാപ്പിംഗ് നടത്തണം. മണ്ണൊലിപ്പ് തടയാൻ സംരക്ഷണ ഭിത്തികൾ കെട്ടുക എന്നത് അത്യാവശ്യമാണ്. അധികാരികളിൽ നിന്ന് കൃത്യമായ അനുമതി നേടിയ ശേഷം മാത്രമേ ബിൽഡിംഗ് വർക്കുകൾ നടത്താൻ പാടുള്ളൂ. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. ഞാൻ എന്നെ ഏൽപ്പിച്ച പ്രദേശത്തെ നാട്ടുകാരെ കാണാൻ പോകുന്നു. ഉരുൾപൊട്ടലിൽ നിന്ന് സുരക്ഷിതരായിരിക്കാൻ അവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ഞാൻ എങ്ങനെ അവരോട് വിശദീകരിക്കും? ശരി, നിങ്ങൾ അവർക്ക് പൂർണ്ണമായ സംഗ്രഹം നൽകേണ്ടതുണ്ട്. മണ്ണിടിച്ചിലിന് മുമ്പും ഉരുൾപൊട്ടലിന് മണ്ണിടിച്ചിലിന് ശേഷവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടും. അതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ? തീർച്ചയായും. ഇനി ഉരുൾപൊട്ടലിന് മുമ്പും ശേഷവും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് പറയാം. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലേക്കും പോയിന്റർ ക്ലിക്ക് ചെയ്യുക. ഉരുൾപൊട്ടലിന് മുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് ആദ്യം പറയട്ടെ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ ഒരു ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കണം. അവരുടെ വസ്തുക്കൾക്കായി ഒരു മണ്ണ് വിലയിരുത്തൽ ടെസ്റ്റ് നടത്താൻ അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ അവർക്ക് മണ്ണിന്റെ ഘടനയും അത് ഭൂചലനത്തിന് എത്രമാത്രം വിധേയമാകുന്നുവെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നും നിർണ്ണയിക്കാൻ കഴിയും. അവർ താമസിക്കുന്ന പ്രദേശം ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാണോ എന്ന് കണ്ടെത്തുക. അവരുടെ വസ്തുവിന്റെ തെരുവുകൾ മണ്ണിനെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന മരങ്ങളും മറ്റു തരത്തിലുള്ള സസ്യങ്ങളും നട്ടുപിടിപ്പിക്കാനും നിങ്ങൾ അവരോട് ആവശ്യപ്പെടണം. അവർ ചുറ്റുപാടുകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയെ സൂചിപ്പിക്കുന്ന വേലികൾ അല്ലെങ്കിൽ ചുവരുകൾ അല്ലെങ്കിൽ വീടിന്റെ ഭിത്തികളിൽ തറകളിൽ വികസിക്കുന്ന വിള്ളലുകൾ പോലുള്ള മാറ്റങ്ങൾക്കായി ശ്രദ്ധിക്കണം. മലയോര മേഖലയിലെ റൂട്ടുകളുടെ വാഹനം ഓടിക്കുമ്പോൾ ജനാലകൾ താഴ്ത്തി സംഗീതമില്ലാതെ വാഹനം ഓടിക്കണം. ഉരുൾപൊട്ടലിനുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകുന്ന പാറകളുടെ മുഴക്കം, മരങ്ങൾ പൊട്ടൽ തുടങ്ങിയ അസാധാരണ ശബ്ദങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ആ പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ സാധാരണമായ അളവിൽ മരങ്ങളിൽ നിന്ന് ഇലകൾ വീഴുന്നത് കണ്ടാൽ അത് മണ്ണിടിച്ചിൽ സൂചനയായി കണക്കാക്കണം. ഉരുൾപൊട്ടൽ സമയത്ത് അവർ ഒരു കെട്ടിടത്തിനുള്ളിലാണെങ്കിൽ അകത്തു തന്നെ തുടരണമെന്ന് നാട്ടുകാരോട് പറയുക. ഇത് സുരക്ഷിതമാക്കുന്നതിന് അവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ആവശ്യപ്പെടുക. നല്ല വീടാണെങ്കിൽ വീടുകളിൽ സുരക്ഷിതമായിരിക്കുക. എന്നാൽ വീട് മോശമാണെങ്കിൽ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുക. വെളിയിലാണെങ്കിൽ മണ്ണിടിച്ചിലിന്റെ പാതയിൽ നിന്ന് അകലെയുള്ള ദിശയിൽ അടുത്തുള്ള ഉയർന്ന സ്ഥലത്തേക്ക് പോകാൻ ശ്രദ്ധിക്കണം. അവർ നദിക്ക് സമീപമാണെങ്കിൽ ഉരുൾപൊട്ടൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാവുന്നതിനാൽ മുകൾ തട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സൂചനയുണ്ടെങ്കിൽ ഉടൻ സ്ഥലം വിടാൻ തയ്യാറാകണം. അവരുടെ സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത് എന്ന് അവരോട് പറയുക. അവർ കഴിയുന്നത്ര വേഗത്തിൽ പ്രദേശം വിടുക. ആരെയെങ്കിലും വാഹനം ഓടിക്കുകയാണെങ്കിൽ അവർ ജാഗ്രത പാലിക്കുകയും തകർന്ന നടപ്പാതകൾ, ചെളി, വീണുകിടക്കുന്ന പാറകൾ എന്നിവയെ ശ്രദ്ധിക്കുകയും വേണം. ഉരുൾപൊട്ടലിന് ശേഷം ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ട പ്രദേശത്ത് പോകരുതെന്നും ആവശ്യപ്പെടുക. കാരണം കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാം.
സുരക്ഷിതമാണെങ്കിൽ മാത്രം ആ പ്രദേശത്ത് പോകുക. ഉരുൾപൊട്ടലിന് ശേഷം ഉരുൾപൊട്ടലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഉയർന്ന തോടുകളിലോ തടാകങ്ങളിലോ ഒരു വലിയ വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാം. അയൽക്കാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും സഹായം നൽകാൻ അവരോട് ആവശ്യപ്പെടുക. ഏതെങ്കിലും ഘടനാപരമായ കേടുപാടുകൾ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. കേടായ ഏതെങ്കിലും യൂട്ടിലിറ്റി ലൈനുകളോ പൊട്ടിത്തെറിച്ച വാട്ടർ മെയിനുകളോ പരിശോധിച്ച് ബന്ധപ്പെട്ട ഏജൻസിക്ക് സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും കേടുപാടുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. ഭൂമിയുടെ ആവരണം നഷ്ടപ്പെടുന്നതിലൂടെ മണ്ണൊലിപ്പ് കൂടുതലായി സംഭവിക്കാം എന്നതിനാൽ ഉടൻ തന്നെ ആ സ്ഥലത്ത് വീണ്ടും മരങ്ങൾ നടാൻ അവരെ ഉപദേശിക്കുക. ഗ്യാസ് പൈപ്പ് ലൈൻ തകരാറിലായാൽ മിഷനറി ഓഫ് ചെയ്യുക. തുറന്ന തീജ്വാലകൾ അല്ലെങ്കിൽ വാഹന എഞ്ചിനുകൾ പോലുള്ള ജലസ്രോതസ്സുകൾ നിയന്ത്രിക്കുക. ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കരുത്. ഗ്യാസ് ലൈൻ പ്ലാസ്റ്റിക് ആണെങ്കിൽ പൈപ്പിൽ സ്പർശിക്കുകയോ അടുത്തു വരികയോ ചെയ്താൽ ഓർക്കവാതകം കത്തിക്കാവുന്ന ഒരു സ്റ്റാറ്റിക് ഡിസ്ചാർജ് ഉണ്ടാകാം. ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ നിന്ന് എല്ലാ ജീവനക്കാരെയും ഉടൻ ഒഴിപ്പിക്കുകയും വാഹനങ്ങളെയും സമീപവാസികളെയും പ്രദേശത്ത് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുക. യൂട്ടിലിറ്റി അറ്റകുറ്റപ്പണികൾക്ക് അപകടം റിപ്പോർട്ട് ചെയ്യുക, നന്നാക്കാൻ ശ്രമിക്കരുത്. ബ്രീഫിങ്ങിന് നന്ദി. ഇപ്പോൾ ഞാൻ പോയി നാട്ടുകാരോട് സംസാരിക്കാം. ഏതെങ്കിലും ദുരന്തമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ സർക്കാരിന്റെ സഹായം എത്തുകയോ പുറത്തുനിന്നുള്ള സഹായം ലഭിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഉടനടി പ്രതികരിക്കേണ്ടത് അവിടുത്തെ ലോക്കൽ സമൂഹമാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ബാധിത സമൂഹത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ആദ്യം പ്രതികരിക്കുന്നത്. ഇനി സന്നദ്ധ പ്രവർത്തകരുടെ പങ്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. സന്നദ്ധ പ്രവർത്തകർക്ക് പലതരത്തിൽ സഹായിക്കാനാകും. സന്നദ്ധ പ്രവർത്തകർ ഏതൊരു ഏജൻസിക്കും സമൂഹത്തിന്റെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കും. സന്നദ്ധ പ്രവർത്തകർ സർക്കാരിന്റെ ഉപദേശത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിക്കും. ബാധിത പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കും. വിവിധ സേവനങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകർക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ സേവനം ചെയ്യാം. യൂട്ടിലിറ്റികൾ പുനഃസ്ഥാപിക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാർ ഏജൻസികൾ സഹായിക്കാം. മറ്റെല്ലാതരം പൊതുസേവനങ്ങളിലും വോളണ്ടിയർമാരെ സർക്കാരിന് പ്രയോജനപ്പെടുത്താം. തയ്യാറാണെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങളിൽ എപ്പോഴും അവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഉണ്ട്. അതിനാൽ ഒരു എമർജൻസി റെസ്പോൺസ് കിറ്റ് കരുതുന്നത് നല്ലതാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിയൂറിൻ ഫോം കൊണ്ട് നിർമ്മിച്ച ലൈഫ് ജാക്കറ്റ്, സോളാർ പ്രവർത്തനക്ഷമമാക്കിയ ടോർച്ച് അല്ലെങ്കിൽ എമർജൻസി ലൈറ്റ്, ക്യാൻവാസിന്റെയോ ലെതറിന്റെയോ സുരക്ഷാ കയ്യുറകൾ, പോക്കറ്റ് കത്തി, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ഗ്യാസ് ലൈറ്റർ, വിസിൽ, വെള്ളം എന്നിവ ഉൾപ്പെടുന്നതാണ് എമർജൻസി റെസ്പോൺസ് കിറ്റുകൾ. പറ്റുവളർന്നവരുടെ ബാഡ്ജ്, കൊതുക് വലയും വെള്ളത്തെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ റെയിൻകോട്ട്, ഗംബൂട്ട്, സേഫ്റ്റി ഗോഗിൾസ്, വാട്ടർ റാഫ്റ്റിംഗിനുള്ള സുരക്ഷാ ഹെൽമെറ്റ് എന്നിവയും അതിൽ ഉൾപ്പെടുന്നു. ഇതോടെ നിങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. മണ്ണിടിച്ചിലുകൾ സാധാരണയായി 6 തരത്തിലുണ്ട്. റൊട്ടേഷൻ സ്ലൈഡ്, ട്രാൻസ്ലേഷൻ സൈഡ്, റോക്ക് ഫോൾ, റോക്ക് ടോപ്ലിംഗ്, ലാറ്ററൽ സ്പ്രെഡിംഗ് ആൻഡ് ഡെബ്രിസ് സ്ലൈഡ് എന്നിവയാണ് അവ. സാധാരണയായി പ്രകൃതിദത്തമായ ഒരു പ്രതിഭാസം മൂലമാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. എന്നാൽ പല മനുഷ്യ പ്രവർത്തനങ്ങളും മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. വനനശീകരണം, ഖനനം, കൃഷി തുടങ്ങിയവ മണ്ണിടിച്ചിൽ ഉണ്ടാക്കുന്ന മനുഷ്യ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. മണ്ണിടിച്ചിലുകൾ നമ്മുടെ ജീവിതത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായാൽ സ്വീകരിക്കാവുന്ന വിവിധ ലഘൂകരണ തന്ത്രങ്ങൾ ഇവയാണ്: ഭൂവിനിയോഗ ആസൂത്രണം, റിട്ടേനിംഗ് മതിലുകൾ, ഉപരിതല ഡ്രെയിനേജ് നിയന്ത്രണ പ്രവർത്തനങ്ങൾ, എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്, സസ്യജാലങ്ങളുടെ ആവരണം വർദ്ധിപ്പിക്കുക, ഇൻഷുറൻസ്. ഇനി പറയുന്ന ആവശ്യ സാധനങ്ങളുള്ള ഒരു എമർജൻസി കിറ്റ് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കണം. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടോർച്ച്,
അധിക ബാറ്ററികൾ, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോ, പ്രഥമ ശുശ്രൂഷ കിറ്റും മാനുവലും, ഉണങ്ങിയ സാധനങ്ങൾ അഥവാ ഉണങ്ങിയ ലഘുഭക്ഷണങ്ങൾ, വെള്ളം എന്നിവ അടങ്ങിയ അടിയന്തര കിറ്റുകൾ, വാട്ടർ പ്രൂഫ് കണ്ടെയ്നറിൽ മെഴുകുതിരികളും തീപ്പെട്ടികളും, കത്തി, ക്ലോറിൻ ഗുളികകൾ അല്ലെങ്കിൽ പൊടിച്ച വാട്ടർ പ്യൂരിഫയറുകൾ, ആവശ്യ മരുന്നുകൾ, പണം, ആധാർ കാർഡ്, കട്ടിയുള്ള കയറുകളും ഉറച്ച ഷൂസുകളും. നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തീകരിക്കുന്നു. നന്ദി.